ഇപ്പൊ 20 വർഷം അല്ലെങ്കിൽ 25 വർഷം 30 വർഷമൊക്കെ ഗൾഫിൽ ജീവിച്ചതിന് ശേഷം അവര് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ കയ്യിൽ സമ്പാദ്യത്തിന് പകരം വലിയ കടബാധ്യതകളും മറ്റുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പം മലയാളികൾ, പ്രത്യേകിച്ച് ഗൾഫ് മലയാളികളുടെ അവരുടെ ലൈഫിൽ അവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അതെന്താണെന്ന് ചോദിച്ചാൽ സാർ എന്തായിരിക്കും? മലയാളികൾക്ക് ചുരുക്കം ഒരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ഒഴിച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് സംസ്കാരമില്ല. ഇന്നത്തെ കാശ് അടിച്ച് പൊളിച്ച് ജീവിക്കുക, ഒരു വണ്ടി വിനിയോഗിക്കുക, കാറ് മേടിക്കുക, ഇതൊക്കെയാണ് നമ്മളെ സ്വപ്നങ്ങൾ. അതിനപ്പുറം വെൽത്ത് ക്രിയേഷൻ സ്വപ്നം, കുറച്ച് റിയൽ എസ്റ്റേറ്റ് മേടിക്കും, അതും വെൽത്ത് ക്രിയേഷൻ ആണെന്ന് അറിയില്ല. ഇപ്പോൾ 2026 സുധീറിൻ്റെ അടുത്ത് സാറ് ചോദിക്കുകയാണ്, സാർ കാറ് മേടിച്ചത് എന്തായിരുന്നു വെച്ചാൽ കാറ് ഞാൻ മേടിക്കില്ല എന്നേ പറയത്തുള്ളൂ, വീട് വയ്ക്കില്ല, ആ കാശൊക്കെ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യാം, സെക്യൂർഡ് ആയിട്ടുള്ള റിട്ടേൺസ് ഉള്ള ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഗൾഫിലുള്ള മലയാളികളെല്ലാം ഒരു കുറേ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്, ശമ്പളം അത്രയില്ല, ഇല്ലാത്തവരും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് റിട്ടേൺ കിട്ടാത്ത കാര്യങ്ങളാണ്. തിരിച്ചു വരുമ്പോൾ അവരെ ലിക്വിഡ് ക്യാഷ് ഇല്ല, അത് ഇൻവെസ്റ്റ്മെന്റ് സംസ്കാരം ഇല്ല. അത് ആ ജോലിയൊക്കെ സാറ് ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവരെ മാർക്കറ്റ് ചെയ്ത് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി സാർ എല്ലാവരും പഠിക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും വേണ്ടിയാണ്. പക്ഷെ പഠിപ്പിക്കുന്ന ആളിന് കഴിവാണ്, അവരെ തലയ്ക്കകത്ത് കയറാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് സംസ്കാരം അല്ലെങ്കിൽ ഒരു വെൽത്ത് ക്രിയേഷൻ സംസ്കാരം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സ്ട്രഗിൾ വരുന്നതാണ് എൻ്റെ വിശ്വാസം. സാർ പറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പം നമ്മൾ പഠിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലോണം പഠിക്കണം, അതിനുശേഷം നല്ലൊരു ജോലി ഉണ്ടാക്കണം, നല്ല വരുമാനം നേടണം. ഈ വരുമാനം ഏത് രീതിയിൽ വിനിയോഗിക്കണം എന്നതിനെ കുറിച്ച് എങ്ങും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്, നമ്മൾ കിട്ടുന്ന പൈസ മൊത്തം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തിനേക്കാൾ ഇപ്പൊ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരുമാനം ചിലപ്പോൾ 100 മടങ്ങല്ല, അതിന് പല മടങ്ങ് കൂടിയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.